യേശുവേ, എന്നെ പുലർത്തുന്ന യേശുവേ, എന്നെ കരുതുന്ന യേശുവേ, 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 എന്നതിമഹത്തായ പ്രതിഫലമേ, യേശുവേ, യേശുവേ, എന്നതിമഹത്തായ പ്രതിഫലമേ, എന്നുറവിടമാകും മറവിടമേ, നിൻ ചിറകടിയെനിക്കഭയം, എന്നുറവിടം ആകും മറവിടമേ, നിൻ ചിറകടി എനിക്കഭയം. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവിന് നിങ്ങളോട് പറയാനുള്ളത് 87-ാം സങ്കീർത്തനം അതിൻ്റെ 7-ാമത്തെ വാക്യമാണ്. ഒന്ന് ശ്രദ്ധിച്ച്. എൻ്റെ ഉറവുകളൊക്കെയും നിന്നിലാകുന്നു എന്ന് സംഗീതക്കാരും നൃത്തം ചെയ്യുന്നവരും ഒരുപോലെ പറയും. ആമേൻ. എൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും, എൻ്റെ എല്ലാ ഉയർച്ചകളും, എൻ്റെ എല്ലാ മാന്യതയും ദൈവമേ നിന്നിൽ നിന്നാവുന്നു. ആമേൻ. സ്തോത്രം. ആമേൻ. എൻ്റെ എല്ലാ ഉറവിടം കർത്താവേ നിന്നിൽ നിന്നാവുന്നു. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട് വേറെ എവിടെ നിന്നൊക്കെയാണ് എൻ്റെ സഹായം എന്ന്, വേറെ എവിടെ നിന്നൊക്കെയാണ് എൻ്റെ ഉയർച്ചയെന്ന്. പക്ഷേ ഒരിക്കൽ മനസ്സിലാകും, എൻ്റെ എല്ലാ റിസോഴ്സുകളും കർത്താവിൽ നിന്നാണ്. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയോ സഹായിക്കും, ആരൊക്കെയോ സംരക്ഷിക്കും, ആരൊക്കെയോ കരുതുമെന്നൊക്കെ പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, അവരൊന്നും അല്ല നിന്നെ കരുതുന്നത്, അവരൊന്നും അല്ല നിന്റെ റിസോഴ്സ്, അവരൊന്നും അല്ല നിന്റെ ഉയർച്ച. ദൈവമാണ് നിന്റെ ഉയർച്ച. ആമേൻ. ഇവിടെ പറയാണ്, സംഗീതക്കാരും നൃത്തക്കാരും ഒരുപോലെ പറയും. അപ്പം കർത്താവിനെ സ്തുതിക്കുന്നവരുണ്ട്, പാടുന്നവരുണ്ട്, നൃത്തം ചെയ്യുന്നവരുണ്ട്. എൻ്റെ ദൈവം എത്ര നല്ല ദൈവമാണ്. എല്ലാവരും പറയാണ്, ഉറവെല്ലാം റിസോഴ്സുകളെല്ലാം ദൈവത്തിൽ നിന്നാണ്. ആമേൻ. അങ്ങനെയാണ് നീ അത് തന്നെ ഒന്ന് പറ, എൻ്റെ റിസോഴ്സുകളെല്ലാം ദൈവത്തിൽ നിന്നാണ്. ആമേൻ. എൻ്റെ എല്ലാം എനിക്ക് ലഭിക്കുന്നെല്ലാം ദൈവത്തിൽ നിന്ന്. അങ്ങനെ നീ 5 വട്ടം പറ, 10 വട്ടം പറ, എല്ലാ ദിവസവും പറ, എപ്പോഴും പറ. ഇന്ന് വരെ ചിന്തിക്കാത്ത അത്ഭുതങ്ങൾ ദൈവം നിനക്കായി ഒരുക്കും. ആ മോറിയ മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന അബ്രഹാം ഇസഹാക്കിന്റെ ചോദ്യത്തിന് നിസ്സംശയം, സംശയിക്കാതെ പറഞ്ഞ വാക്കില്ലേ, യഹോവയീരേ, കർത്താവാണ് എൻ്റെ കരുതൽ. ഒറ്റ വാക്കിനകത്ത് അബ്രഹാം ബലപ്പെട്ടു, ഇസഹാക്ക് ബലപ്പെട്ടു, അന്തരീക്ഷങ്ങൾ തിരിഞ്ഞു കളഞ്ഞു. പറ, എൻ്റെ തലമുറയുടെ കരുതൽ ദൈവമാണ്, എൻ്റെ കുടുംബത്തിന്റെ കരുതൽ ദൈവമാണ്, എൻ്റെ നാളുകളുടെ കരുതൽ ദൈവമാണ്, എൻ്റെ സകല ഉറവുകളും നിന്നിൽ നിന്നാണ്. എനിക്ക് ഉയർച്ച നിന്നിൽ നിന്നാ വരുന്നത്, എൻ്റെ സഹായം നിന്നിൽ നിന്നാ വരുന്നത്. ഞാനിത് പറയുമ്പോൾ സഹായിക്കാൻ ഒരു ഒറ്റ വ്യക്തി പോലും നിങ്ങളുടെ മുമ്പിലില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുകയും പ്രാർത്ഥിക്കുകയും പിൻപറ്റുകയും ചെയ്യുന്ന വ്യക്തിയാണ്. അതിശയം എന്ന് പറയാൻ പറ്റില്ല, സൂപ്പർ നാച്ചുറൽ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ദൈവം ചെയ്യും. വെള്ളമില്ലാത്തടത്ത് വെള്ളം കൊണ്ടുവന്നൊരു ദൈവം, വഴിയില്ലാത്തടത്ത് വഴി വെട്ടിയൊരു ദൈവം, അല്ലേ? ചെങ്കടലിന്റെ മുമ്പിൽ വഴി വെട്ടിയൊരു ദൈവം. ആമേൻ. നിങ്ങളുടെ ലൈഫിൽ അത്ഭുതങ്ങൾ തന്നെ ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത വാതിലുകൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. അത്
അതിനുള്ള സീക്രട്ട് വിളിച്ചു പറയുക, എൻ്റെ എല്ലാ ഉറവും നിന്നിൽ നിന്നാണ്. അതിൻ്റെ തൊട്ടുമുള്ളൊരു വാക്യമുണ്ട്, ആമേൻ, സിയോന്റെ പടിവാതിലുകളെ യാക്കോബിന്റെ സകല ഗ്രഹത്തെക്കാളും അധികം സ്നേഹിക്കുന്നു. ദൈവത്തിന് പാർഷ്യാലിറ്റി ഇല്ല, സത്യമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് കേട്ടോ, യാക്കോവിന്റെ നിവാസത്തെക്കാട്ടിലും സിയോന്റെ പടിവാതിലുകളെ സ്നേഹിക്കുന്നു. സിയോൻ എന്താ? ചർച്ചാണ്, ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. ദൈവത്തിന് മറ്റെല്ലാവരെക്കാട്ടിലും ഇഷ്ടമാണ് തന്റെ സഭയെ അധികം സ്നേഹിക്കും. നിങ്ങളെ, ഞാൻ ഈ ദൂത് പറയുമ്പോൾ നിങ്ങളെ ദൈവത്തിന് അധിക സ്നേഹമാണ്. ഒത്തിരി പേരുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെ അധിക സ്നേഹം. അതുകൊണ്ട് സന്തോഷത്തോടെ നിങ്ങൾ ഇന്ന് ഈ വചനം പറയാം, എൻ്റെ ഉറവെല്ലാം ദൈവത്തിൽ നിന്ന്. ഒരു മനുഷ്യൻ എൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു വ്യക്തിക്കും എൻ്റെ വഴി അടയ്ക്കാൻ പറ്റത്തില്ല, ഒരു പ്രസ്ഥാനത്തിനും ഒരു സ്ഥാപനത്തിനും. ചില ജോലികൾ നഷ്ടപ്പെട്ട്, ചില വഴികൾ അടഞ്ഞുപോയി, ചില സ്ഥാപനങ്ങളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവർ, അല്ലെങ്കിൽ അതിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ചിലർ എന്നെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ നോക്കിക്കോ, കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യാൻ പോകുക. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തൻ്റെ ദൂതനെ ദൈവം അയക്കും. ചില ഉറവുകളെ തുറക്കും. എൻ്റെ എല്ലാ ഉറവുകളും നിന്നിലാണ്. സ്തോത്രം. ആ ഉറവുകളിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമ്പോൾ, നിങ്ങളെ നടത്തിയവരെയും നിങ്ങൾക്ക് വചനം പറഞ്ഞു തന്നവരെയൊക്കെ നിങ്ങൾ മറക്കരുത്. അതേപോലത്തെ ഉറവുകൾ ദൈവം നിങ്ങൾക്ക് തുറക്കാൻ പോവാണ്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ സന്തതികൾക്കും സന്തതികളുടെ സന്തതികൾക്കും. ഹാഗാറിന് വേണ്ടി തുറന്ന ഉറവ ഇന്നും അടഞ്ഞിട്ടില്ല. അറബ് രാജ്യം അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ കാരണം ഒരു ഉറവ തുറന്നത്. അതുപോലെ തലമുറകൾ കുടിച്ചാലും തീരാത്ത ചിലത് ദൈവം നിങ്ങൾക്കായി തുറക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ. യേശു ഇന്ന് രാവിലെ ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിനായി നന്ദി പറയുന്നു കർത്താവ്. കർത്താവെ, ഞങ്ങളുടെ ഉയർച്ചകൾ, ഞങ്ങളുടെ മാന്യതകൾ, കർത്താവ്, ഞങ്ങളുടെ എല്ലാം അങ്ങിൽ നിന്നാകുന്നു കർത്താവെ. കർത്താവിൻ്റെ എല്ലാവിധമായ അനുഗ്രഹങ്ങളും അങ്ങിൽ നിന്നാകുന്നു കർത്താവെ. യേശു, അതിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് ഞങ്ങൾ ഏറ്റുപറയുന്നു കർത്താവെ. യേശു, വേണ്ട ഉറവുകൾ സകലതും അങ്ങിൽ നിന്നാകുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങ് ഞങ്ങളെ സഹായിക്കുന്നതിന് നന്ദി പറയും കർത്താവ്. ജീവൻ്റെ ഉറവുകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവ്. ഉയർച്ചകളാൽ മാന്യതകളാൽ ഞങ്ങളെ നിറയ്ക്കുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. ഇന്നത്തെ ദിവസം ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തികളെ കർത്താവെ അങ്ങ് ഉയർത്തുന്നതിന് നന്ദി പറയുന്നു കർത്താവെ. സകല ജനങ്ങളെക്കാൾ അധികം ഈ വചനം കേൾക്കുന്ന ഈ വ്യക്തിയെ അങ്ങ് സ്നേഹിക്കുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. യേശുപ്രകട സ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഇവരെ കൊണ്ടുപോകുന്നതിന് നന്ദി. എല്ലാവിധമായ ഉയർച്ചകളും മാന്യതകളാൽ അവരെ നിറയ്ക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ഞങ്ങൾ ഒരുമിച്ച് നിങ്ങളെ ബ്ലെസ് ചെയ്യുന്നു. കർത്താവിൻ്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ ദയ കൂടെ ഇരിക്കട്ടെ. പുതിയ ഉറവുകൾ, പുതിയ റിസോഴ്സുകൾ ദൈവം നിങ്ങൾക്കായി തുറക്കുന്നു. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് ഇവർക്ക് വേണ്ടി ദൈവം തുറക്കുന്ന പുതിയ ഉറവയ്ക്കായി സ്തോത്രം അനുഗ്രഹിക്കുന്നു.